എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടെ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയൊരാഴ്ചക്കാലം ദൈവം നമുക്ക് ഉദാഹരണമായി നൽകിയിരിക്കുകയാണ്. ഇന്ന് സൺഡേ സ്കൂളിലായി നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഒരുമിച്ച് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ചകൾ നാം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഓരോ പുസ്തകങ്ങളായിട്ട് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ പരിചയപ്പെട്ടതിൻ്റെ തന്നെ തീരുമാനമായിട്ട് ഇന്നും ചില പുസ്തകങ്ങൾ പരിചയപ്പെടാൻ പോകുകയാണ്. അതിനു മുമ്പ് ചില ചോദ്യങ്ങൾ ചോദിച്ചാലോ? ചോദ്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് ഒരു വിഷയമായില്ലേ? പേടിക്കേണ്ട, ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, നിങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. എല്ലാ സൺഡേ സ്കൂൾ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് നിങ്ങളത് റിവൈസ് ചെയ്യാറുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ പഴയ ക്ലാസ്സുകളിലെ ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി നമ്മൾ പരിചയപ്പെട്ടത് ഫിലമോൻ്റെ ലേഖനമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത 2 പുസ്തകങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം ആണ്, ലേറ്റസ്റ്റ് ടു ഹീബ്രൂസ്. അപ്പോൾ ഈ ലേഖനം നമുക്ക് കാണാൻ കഴിയുന്നത് വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് ലേഖനങ്ങളിലെ 14ാമത്തെ ലേഖനമായിട്ടാണ്. അപ്പോൾ ഈ ലേഖനം എഴുതിയതിനെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ട്. ഇതുവരെയും കൃത്യമായി അതിനകത്ത് ഒരു 100% ഉറപ്പോടുകൂടെ ഇതാരാണ് എഴുതിയതെന്ന് ഒരു തീരുമാനം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം വേദ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒത്തിരി ഡിസ്കഷൻസ് അതിനെക്കുറിച്ചുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയത് എന്ന് പറയപ്പെടുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ഈ ലേഖനം പൗലോസ് അല്ല, പൗലോസിൻ്റെ സന്തത സഹചാരികളായിരുന്ന ചിലരാണ്, അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പേരാണ് പരാമർശിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ലേഖനം ഒത്തിരി വ്യത്യസ്തതകളുള്ള ഒരു ലേഖനമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആശയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ആരാണ് എഴുതിയത് എന്ന് ഉള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്. എങ്കിലും ഇതിൻ്റെ എഴുത്തുകളും എഴുത്തിൻ്റെ ചില വിഷയങ്ങളും എടുത്ത് പരാമർശിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഭാഗം വ്യക്തികളും നല്ലൊരു ഭാഗം വേദപണ്ഡിതന്മാരും ഇത് പൗലോസിൻ്റെ ലേഖനം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് കൊണ്ട് തന്നെ പൗലോസിൻ്റെ 13 ലേഖനങ്ങളോടൊപ്പം ഈ ലേഖനവും ചേർത്ത് നിർത്താറുണ്ട്. പക്ഷേ എങ്കിലും 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയെന്ന് പറയാതെ 13+1 എന്നാണ് എപ്പോഴും 13+1 എന്നാണ് എപ്പോഴും കാൽക്കുലേഷനിൽ പറയാറുള്ളത്. കാരണം ആ ഒന്നെന്നുള്ളത് അല്ലെങ്കിൽ എബ്രായ ലേഖനം എപ്പോഴും ഒരു ഡിസ്കഷനിലായതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക്, നമുക്ക് ആ ലേഖനത്തിലേക്ക് കൂടുതലായി നമുക്ക് കടന്നു വരാൻ കഴിയട്ടെ. അപ്പോൾ എഴുത്തുകാരെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ചിലരുടെ അഭിപ്രായത്തിൽ ഇത് പൗലോസിനാൽ എഴുതിയതാണെന്നും മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഇത് പൗലോസിൻ്റെ സന്തത സഹചാരികളാൽ എഴുതപ്പെട്ടതാണെന്നും അഭിപ്രായപ്പെടുന്നു. ഇതിൻ്റെ എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് AD 64-നും 68-നും ഇടയിലാണ് ഇത് എഴുതപ്പെട്ടതെന്നാണ് പറയുന്നത്. 64-നും 68-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഇത് എഴുതിയെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ 13 അധ്യായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല 303 വാക്യങ്ങൾ, 13 അധ്യായങ്ങളും 303 വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യമാണ്. മാത്രമല്ല ഒരുപാട് വാക്യങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 11-ാം അധ്യായം 1-ാം വാക്യം, അതും തീർച്ചയായും ഇതിനൊരു കീ വേഴ്സാണ്. അങ്ങനെ പല വാക്യങ്ങളും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇന്ന് എബ്രായർ 11-1 വിശ്വാസം എന്നതോ എന്ന വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യമായിരിക്കണം നമ്മുടെ കൂട്ടുകാരെല്ലാം ഇന്ന് പഠിക്കേണ്ടത്. മാത്രമല്ല ഈ ലേഖനം എഴുതിയിരിക്കുന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ലേഖനം ഒത്തിരി ഉത്തരങ്ങളാണ് നൽകുന്നത്. അതിൻ്റെ തുടർന്നുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് ഈ പുസ്തകത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ആരായിട്ടാണെന്നറിയാമോ? നമ്മൾ ബാക്കി എല്ലാ പുസ്തകങ്ങളും പരിശോധിക്കുമ്പോൾ മിക്കവാറും എല്ലാ പുസ്തകങ്ങളിലും തന്നെ യേശുവിനെ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു നെയിമിലാണ് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് യേശുവിനെ ഒന്നിലധികം പേരുകൾ, നാമങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എറ്റേണൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നിത്യനായ സൃഷ്ടാവ്, നിത്യനായ പുരോഹിതൻ, അതുപോലെ തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്വരൂപം അല്ലെങ്കിൽ പ്രതിമ എന്നുള്ള ഒരു പരാമർശങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതാണ് യേശുവിനെ കുറിച്ച് ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത്. ഇനി ഈ ലേഖനം എഴുതാനിടയായി തീർന്ന കാരണം, അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വാസ്തവമായിട്ട് എന്തുകൊണ്ട് ഈ ലേഖനം നമുക്ക് യഹൂദന്മാർക്ക് വേണ്ടി എഴുതി എന്ന് പറയാൻ കഴിയുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിൻ്റെ പരമാധികാരവും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മഹത്വവും വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. യേശു
പലതിനു മേളിലും, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പ്രത്യേകമായി പഴയ നിയമത്തിൽ യഹൂദന്മാർ ഏറ്റവും ശ്രേഷ്ഠകരമായി കണ്ടിരുന്ന, മഹത്വകരമായി കണ്ടിരുന്ന, വലുതായി കണ്ടിരുന്ന ചിലതിനൊക്കെ കാൾ ശ്രേഷ്ഠമാണ് യേശു എന്ന് ആണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. യേശു പഴയ നിയമ പുരോഹിതന്മാരെക്കാൾ ഉന്നതനാണ്. യേശു ദൂതന്മാരെക്കാൾ ഉന്നതനാണ്. യേശു മോശയേക്കാൾ ഉന്നതനാണ്. യേശു യോശുവയേക്കാൾ ഉന്നതനാണ്. യേശു അഹരോനേക്കാൾ ഉന്നതനാണ്. യേശു ഉന്നതനാണ് എന്നാണ് ഈ ലേഖനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഓരോ വ്യക്തികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇവരെല്ലാം പഴയ നിയമത്തിൽ ഒത്തിരി പ്രാധാന്യം അർഹിച്ചില്ല. പഴയ നിയമ പ്രവാചകന്മാർ ഒരു വളരെ പ്രധാനപ്പെട്ടവരാണ്. പക്ഷേ അവരെക്കാൾ ഉന്നതനാണ് യേശു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോശ ഏറ്റവും ശക്തനായ ഒരു ലീഡറായിരുന്നു മോശ, പക്ഷേ മോശയേക്കാൾ ഉന്നതനാണ് യേശു എന്നാണ് പറയുന്നത്. അഹരോൻ ഒരു പുരോഹിതനാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പുരോഹിതനാണ്, പക്ഷേ അഹരോനേക്കാൾ ശ്രേഷ്ഠമാണ് യേശു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ചില വാണിംഗ് പാസേജ്, മുന്നറിയിപ്പ് നൽകുന്ന ചില ഭാഗങ്ങളും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ വീരന്മാരെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ഈ എബ്രായ ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം തീർച്ചയായും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പഴയ നിയമത്തിൽ അവർ മനസ്സിലാക്കിയിരുന്ന പലതും വളരെ ശ്രേഷ്ഠമാണെന്ന് ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന് അടിസ്ഥാനമായി ഉള്ള പല കാര്യങ്ങളും, പ്രത്യേകിച്ച് യേശുവിലൂടെയുള്ള രക്ഷ, യേശു ഉന്നതനാണ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അവർ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് ലേഖകൻ ഇവിടെ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ യേശു ഇവരെക്കാളൊക്കെ ഉന്നതനാണെന്നാണ് ഈ ലേഖനത്തിലൂടെ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് കൂട്ടുകാർക്ക് ഈ ലേഖനത്തെക്കുറിച്ച് ഒരു ചുരുങ്ങിയ വിവരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു ലേഖനത്തിലേക്ക് നമ്മൾ വേഗത്തിൽ പോവുകയാണ്. ഇന്ന് അടുത്ത് പഠിക്കുന്ന ലേഖനം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ജെയിംസ് ആണ്, അതായത് യാക്കോബിൻ്റെ ലേഖനം. യാക്കോബിൻ്റെ ലേഖനം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത് യാക്കോബാണ്. യാക്കോബ് എന്ന് പറയുന്നത് സെബദി മക്കളിൽ ഒരാളായിരിക്കുന്ന യാക്കോബാണ്. അപ്പോൾ അത് ഈ ലേഖനം പുതിയ നിയമത്തിലെ 15ാമത്തെ ലേഖനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ 5 അധ്യായം മാത്രമേ ഉള്ളൂ. ഈ 5 അധ്യായത്തിൽ കൂടെ വളരെ കുറച്ച് വാക്യങ്ങൾ, 108 വാക്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് AD 45-46 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ വളരെ പ്രധാനമുള്ള ഒരു ലേഖനം തന്നെയാണ് ഈ ലേഖനവും. ഈ ലേഖനത്തിൻ്റെ താക്കോൽ വാക്യം കീവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ 1-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ്. തീർച്ചയായും കൂട്ടുകാർ ആ വാക്യം പഠിക്കണം. നേരത്തെ പറഞ്ഞതായിരുന്നു 2-ാം അധ്യായം 1-ാം വാക്യം. എബ്രായ ലേഖനത്തിലെ 2-ാം അധ്യായം 1-ാം വാക്യമാണ്. ഇവിടെ 1-ാം അധ്യായം 2-ാം വാക്യം, മാറിപ്പോകരുത്. അപ്പോൾ ഈ വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഈ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് സ്കാറ്റേർഡ് ജ്യൂസിന് വേണ്ടിയാണ്. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ക്രിസ്തീയ വിശ്വാസം അക്സെപ്റ്റ് ചെയ്ത് ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോൾ അവിടെ പീഡനങ്ങളുണ്ടായപ്പോൾ യഹൂദന്മാർ പല സ്ഥലങ്ങളിലേക്കും ചിതറി, യഹൂദ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള പലരും പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. ഈ ചിതറിപ്പാർക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ ചിതറിപ്പോയവരെയാണ് സ്കാറ്റേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ യേശുവിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ലോർഡ് അല്ലെങ്കിൽ കർത്താവായിട്ടാണ്. യേശു നമ്മുടെ കർത്താവായിട്ടാണ് ഇവിടെ യാക്കോബ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ലേഖനം എഴുതാൻ ഇടയായിത്തീർന്ന ചില ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് പ്രധാനമായിട്ടും ക്രിസ്തീയ പക്വത, അതിനെയും ക്രിസ്തീയ വിശുദ്ധി, അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ വിശുദ്ധി, ക്രിസ്തീയ പക്വത എന്നിവയെ പ്രകീർത്തിക്കാൻ അല്ലെങ്കിൽ ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുവാൻ, ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇത് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല സഭയിലെ ദൈവമക്കൾ, സഭയിലെ വിശ്വാസികൾക്ക് ആത്മിക പക്വത ഉണ്ടാകണം. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. മാത്രമല്ല പരസ്പരം ദൈവം നൽകുന്ന നന്മകൾ പങ്കുവയ്ക്കുന്നവരായിരിക്കണം. പരസ്പരം സബ്മിഷനുള്ളവരായി അല്ലെങ്കിൽ വിനയമുള്ളവരായിരിക്കണം. ഈ ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായി ക്രിസ്തീയ സഭയിലെ അംഗങ്ങൾ വളർന്നു വരണം എന്ന് എൻകറേജ് ചെയ്യുവാൻ കൂടെയാണ് ഈ ലേഖനം യാക്കോബ് എഴുതിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും
വാക്കുകളെക്കുറിച്ച്, നാക്കിനെക്കുറിച്ചൊക്കെ, നാവിനെക്കുറിച്ചൊക്കെ ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ വിഷയങ്ങൾ മനസ്സിലാക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയത്? പഴയ വിശ്വാസികൾ, ആദ്യ വിശ്വാസികളിൽ ഉണ്ടായിരുന്ന ആത്മീക പക്വതയും അതുപോലെ തന്നെ വിശുദ്ധിയും അവരുടെ ക്രിസ്തീയ ജീവിതത്തെയും അത് ശ്രേഷ്ഠതയുള്ള ആണെന്ന് അവരെ ഒന്ന് എൻകറേജ് ചെയ്യുവാൻ, അല്ലെങ്കിൽ സഭയുടെ മധ്യത്തിൽ ഒന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പോൾ തന്നെ നിലവിലുള്ള വിശ്വാസ സമൂഹം ക്രിസ്തീയ പക്വത എന്ന് പറഞ്ഞാൽ ആത്മീക പക്വത ഉള്ളവരായിരിക്കണം, പരസ്പരം പങ്കുവയ്ക്കുന്നവരായിരിക്കണം, സംസാരിപ്പാൻ അവർ വളരെ ശ്രദ്ധയോടെ സംസാരിക്കുന്നവരായിരിക്കണം, മാത്രമല്ല മറ്റുള്ളവരുടെ മുൻപിൽ വിനയത്തോടെ പെരുമാറുന്നവരായിരിക്കണം. അപ്പം ഈ സ്വഭാവത്തിന് ഉടമകളായി തീർന്നുവെന്ന് അവരെ പ്രബോധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇനി എന്താണ് ഇതിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, വിശ്വാസം അത് പ്രവൃത്തിയാലുള്ള വിശ്വാസമാണ്, മാത്രമല്ല അത് പ്രവൃത്തി ഉണ്ടാകുന്ന വിശ്വാസമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലാവുന്നുണ്ട്? ഒന്ന്, വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയാലുള്ള വിശ്വാസം. നമുക്ക് പ്രവൃത്തിയും വേണം, വിശ്വാസം വേണം. മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിനൊരു പ്രവൃത്തിയുണ്ട്, ഒരു റിസൾട്ടുണ്ട് എന്നും കൂടെ ബോധിപ്പിക്കുന്ന ഒരു ലേഖനമാണ്. അപ്പം ഈ രണ്ട് ലേഖനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? എബ്രായർ എഴുതിയ ലേഖനവും യാക്കോബിൻ്റെ ലേഖനവും. എബ്രായർ ലേഖനം എഴുതിയത് ആർക്ക് വേണ്ടിയാണ്? എബ്രായർ ലേഖനം എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയാണെങ്കിൽ യാക്കോബിൻ്റെ ലേഖനം എഴുതിയത് ചിതറിപ്പോയ ക്രിസ്തീയ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ പഠിക്കുവാൻ ഇടയായിത്തീരുന്നു. ഓരോ ലേഖനവും തന്നിൽ തന്നെ പ്രധാനപ്പെട്ടതാണ്, സഭയ്ക്ക് പ്രധാനമേറിയതാണ്. എന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനായിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് പഠിച്ച ലേഖനങ്ങൾ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. കൂട്ടുകാരെല്ലാവരും അത് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഒന്നുകൂടെ നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക തീർച്ചയായും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാകുവാനിടയായിത്തീരും. വാക്യങ്ങൾ പഠിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്ന് സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും കണ്ണുകളടയ്ക്കുന്നു, കൈകൾ കൊപ്പുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നല്ല സമയത്തിനായി നന്ദി. ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് സൺഡേ സ്കൂളിൽ കൂടുതൽ നിങ്ങൾക്ക് കൃപ നൽകി. പഠിച്ച പാഠങ്ങൾ, കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. ആത്മീയ പക്വതയിലും കർത്താവെ വളരെ വിവേകത്തോടെ സംസാരിക്കുവാനൊക്കെ ഞങ്ങളുടെ കൂട്ടുകാരെ ദൈവം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തിയാലുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വിശ്വാസം പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ തിരിച്ചറിയാൻ ഇടയാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണം, ഇടങ്ങളിലേക്ക് കാക്കണമേ. ഞങ്ങൾ പിരിയുന്നു. അടുത്ത ക്ലാസ് വന്നു ചേരുന്നവരെ കർത്താവിനെ മറയ്ക്കുന്നതിനായി സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.